വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വയറൽ. ഇനി നമുക്ക് ഈ ഓരോ ഫോമിന്റെ ഓരോ എലമെന്റിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റേറ്റ് ഉണ്ടാക്കും. ആദ്യം നമുക്ക് ഈ സ്റ്റേറ്റ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം. അതായത് എന്തിനാണ് സ്റ്റേറ്റ് ഉപയോഗിക്കുന്നത്? ജസ്റ്റ് ഒരു ജാവാസ്ക്രിപ്റ്റ് ആണല്ലോ, റിയാക്ട് എന്ന് പറയുന്ന ജാവാസ്ക്രിപ്റ്റ് ആണ്. ഇവിടെ നമുക്ക് ജാവാസ്ക്രിപ്റ്റിന്റെ എന്ത് ഫംഗ്ഷനാലിറ്റി ഉപയോഗിക്കാം. അപ്പൊ ജസ്റ്റ് ഒരു വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ വേരിയബിളിലേക്ക് ഡാറ്റ സെറ്റ് ചെയ്താൽ പോരെ എന്നുള്ള ആ ഒരു ചോദ്യം നിങ്ങൾക്ക് വന്നേക്കാം. അതായത് ഇവിടെ ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. ലെറ്റ് നെയിം ഈക്വൽ ടു, അപ്പൊ എന്റെ നെയിം ഇവിടെ സെറ്റ് ചെയ്തു. എന്നിട്ട് ഫോം കൺട്രോളിന് അവിടെ വാല്യൂല് വന്നിട്ട് നെയിം കൊടുത്തു. ഇനി ബ്രൗസറിൽ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ അവിടെ എന്താണോ നമ്മൾ ആ ഡാറ്റയിലുള്ള നെയിം, ആ നെയിം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്തിനാണ് നമ്മൾ സ്റ്റേറ്റ് ഉപയോഗിക്കുന്നത്, യൂസ് സ്റ്റേറ്റ് ഉപയോഗിക്കുന്നത്? ഇതേപോലെ ചെയ്താൽ പോരെ. എന്നിട്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ നെയിം മാറ്റി കൊടുത്താൽ പോരെ. അതായത് ഇപ്പോ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് തൽക്കാലം നമ്മൾ ഈ ചേഞ്ച് ചെയ്യുന്നതിന് പകരം ഒരു സെറ്റ് ടൈം ഔട്ടിൽ ഇടാം. കുറച്ച് ടൈം ഔട്ട് കഴിഞ്ഞതിന് ശേഷം ആ ഒരു നെയിം ചേഞ്ച് ചെയ്യണം. അപ്പോൾ ടൈം ഔട്ട് കൊടുത്തു. സെറ്റ് ഇന്റർവെൽ അല്ല, സെറ്റ് ടൈം ഔട്ട് ആണ്. 5000 മില്ലി സെക്കൻഡ് കഴിയുമ്പോൾ ആ നെയിം ചേഞ്ച് ചെയ്തിട്ട് നെയിം ഈക്വൽ ടു എന്താവണം, ദിലിൻ AM എന്നായി. ഇനി നമുക്ക് ഇവിടെ ആ ഒരു നെയിം കൺസോൾ കൂടെ ചെയ്യാം. കൺസോൾ ഡോട്ട് ലോഗ് നെയിം ആക്ച്വലി ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവണല്ലോ. അപ്പോൾ ഒന്ന് UIയിൽ ആ നെയിം ചേഞ്ച് ആവണം. പിന്നെ കൺസോളിലും പുതിയ നെയിം വരും. ഇൻസ്പെക്ട് ചെയ്തു, കൺസോളിൽ പോയി പേജ് ഒന്ന് റീഫ്രഷ് ചെയ്യാം. ബട്ടൺ ക്ലിക്ക് ചെയ്തു. കുറച്ച് എറേഴ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഒരു കൺസോളിൽ നമുക്ക് ദിലിൻ AM എന്ന് പറഞ്ഞു. 2 പ്രാവശ്യം വന്നേ നമ്മൾ പറഞ്ഞു. റിയാക്ടിന്റെ സ്ട്രിക്റ്റ് മോഡ് ആയതുകൊണ്ടാണ് ആ 2 പ്രാവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ദിലിൻ AM കൺസോൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ UIയിൽ അത് ചേഞ്ച് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് നമുക്കൊരു ജാവാസ്ക്രിപ്റ്റിന്റെ ജസ്റ്റ് വേരിയബിൾ പോരാ, സ്റ്റേറ്റ് വേണം എന്ന് പറയുന്നത്. സ്റ്റേറ്റ് എന്തുകൊണ്ടാണ്? സ്റ്റേറ്റ് അതിന്റെ വൺ വേ ബൈൻഡിങ്, റിയാക്ടിന്റെ വൺ വേ ബൈൻഡിങ് എനേബിൾ ചെയ്തിട്ടുള്ളതാണ്. അതായത് സ്റ്റേറ്റിലുള്ള വേരിയബിളോ അല്ലെങ്കിൽ പ്രോപ്സിലുള്ള വേരിയബിളോ മാറുമ്പോൾ മാത്രമേ നമ്മളുടെ കമ്പോണന്റ് റീറെൻഡർ ചെയ്യുള്ളൂ. അപ്പൊ ആദ്യം കമ്പോണന്റ് ലോഡ് ചെയ്യുമ്പോൾ സ്റ്റേറ്റിൽ അൻഷാദ് വട്ടപ്പോയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് റെൻഡർ ചെയ്ത് പ്ലേസ് ചെയ്തു. രണ്ടാമത് ദിലിൻ എന്ന് പറഞ്ഞ ചേഞ്ച് ചെയ്യുമ്പോൾ കമ്പോണൻസ് നോക്കുമ്പോൾ അതൊരു വേരിയബിൾ മാറിയിട്ടേ ഉള്ളൂ. സ്റ്റേറ്റോ അല്ലെങ്കിൽ പ്രോപ്സോ മാറാത്തതുകൊണ്ട് റീറെൻഡറിങ് ചെയ്യില്ല. ആക്ച്വലി റീറെൻഡറിങ് എന്ന് പറയുന്നത് നമ്മളുടെ റിയാക്ട് വിർച്വൽ ഡോം ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഈ ഒരു HTML സ്ട്രക്ചർ, ആ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ മെമ്മറിയിൽ അത് കീപ്പ് ചെയ്യും. കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ റിയാക്ട് കീപ്പ് ചെയ്യും, ഒരു ബ്ലൂ പ്രിന്റ് ആയിട്ട് കീപ്പ് ചെയ്യും. എന്നിട്ട് ഏത് ഡാറ്റയാണോ ചേഞ്ച് ചെയ്യുന്നത്, പ്രോപ്സോ സ്റ്റേറ്റോ ബേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഡാറ്റ ചേഞ്ച് ചെയ്യുമ്പോൾ അതൊരു കമ്പയർ ചെയ്തിട്ട് ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, ഏത് എലമെന്റ് ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. എന്നിട്ട് ആ എലമെന്റിന്റെ ആ ഒരു ഏരിയ മാത്രം റീഫ്രഷ് ചെയ്യും. കമ്പോണന്റിന്റെ മൊത്തം കമ്പോണന്റോ അല്ലെങ്കിൽ മൊത്തം പേജോ റീറെൻഡർ ചെയ്യുന്നതിന് പകരം ആ ഒരു ഏരിയ മാത്രം റീറെൻഡർ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് റിയാക്ട് ഫാസ്റ്റ് ആണ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു, നമ്മളുടെ ജാവാസ്ക്രിപ്റ്റില് നമുക്കൊരു ഡാറ്റ ചേഞ്ച് ആവുന്ന സമയത്ത് ആ ഒരു നമ്മളുടെ ഒരു വേരിയബിൾ ചേഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ അതൊരു സ്റ്റേറ്റോ പ്രോപ്സോ ആയിരിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ കൊടുത്തത് നെയിം കൊടുത്തത് മാറ്റിയിട്ട് നമുക്ക് സ്റ്റേറ്റിലേക്ക് മാറ്റാം. അപ്പൊ സ്റ്റേറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കോൺസ്റ്റ് നെയിം സെറ്റ്. അപ്പോൾ നെയിം കൊടുത്തു, നെയിം സെറ്റ് നെയിം ബൈ ഡിഫോൾട്ട് എംപ്റ്റി ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഫോമിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഫോമിന് ഒന്ന് നമ്മൾ നെയിം കൊടുക്കണം ഫോമിന്. അപ്പൊ നെയിം ഇവിടെ ഞാൻ എന്താണ് ഈ ഫോമിന്റെ നെയിം എന്ന് പറയുന്നത് നെയിം ആണ് അല്ലെ, ഫുൾ നെയിം ആണ്. അപ്പൊ അതുകൊണ്ട് ഫുൾ നെയിം കൊടുക്കുക, ജസ്റ്റ് നെയിം തന്നെ കൊടുക്കും, നെയിം ആണ്. അതേപോലെ വാല്യൂ ഉണ്ടായിരിക്കും. വാല്യൂ ഉണ്ടായിരിക്കേണ്ടത് ഏതാണോ നിങ്ങൾ വേരിയബിൾ, ആ വേരിയബിൾ ആയിരിക്കണം അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഈ ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എഫക്റ്റ് കൊടുക്കേണ്ടത്, അതായത് റിയാക്ട് വൺ വേ ബൈൻഡിങ് ആണ്, അതെന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ നെയിം കൊടുത്തു, നെയിം ബൈ ഡിഫോൾട്ട് അൻഷാദ് നോക്കാം. നമുക്ക് അൻഷാദ് വന്നിട്ടുണ്ട്. ഞാൻ പിന്നീട് അവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ടൈപ്പ് ചെയ്യുമ്പോൾ പക്ഷെ ഒന്നും ചേഞ്ച് ആവുന്നില്ല. അതെന്തുകൊണ്ടാണ്? അപ്പൊ നമ്മളിവിടെ UIയിൽ ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് അതിന്റെ കോഡിലേക്ക് വരുന്നില്ല. അപ്പൊ റിയാക്ടിന്റെ ആ ഒരു വൺ വേ ബൈൻഡിങ് ആണ് അവിടെ. അപ്പൊ അങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാനുവലി നമ്മൾ ഒരു ഇവന്റ് ട്രിഗർ ചെയ്തിട്ട് പാസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് ചേഞ്ച് ചെയ്യുന്നത്, ഈ ഒരു എലമെന്റിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട് onChange എന്ന് പറഞ്ഞ ഇവന്റ് നമ്മൾ കോൾ ചെയ്യാം. onChange എന്ന് പറഞ്ഞ ഇവന്റിന്റെ ഉള്ളിൽ നമുക്ക് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഫംഗ്ഷന്റെ ഉള്ളിൽ നിന്ന് സെറ്റ് നെയിം വിളിക്കും. അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കാം. ഇവിടെ കോൺസ്റ്റ് ഹാൻഡിൽ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കാം. ആ ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ അതൊരു ആരോ ഫംഗ്ഷൻ ആണ്, ജസ്റ്റ് ആരോ ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ന് പറഞ്ഞ ഒരു ഇവന്റ് കിട്ടും. അതായത് ഏത് ഇവന്റ് ആണ് ട്രിഗർ ചെയ്യുന്നത് എന്നുള്ള ഇവന്റ് കിട്ടും. അപ്പൊ അത് എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുക്കാം. നമുക്ക് അതൊന്ന് ജസ്റ്റ് ആദ്യം കൺസോൾ ചെയ്ത് നോക്കാം. എന്നിട്ട് ആ ഫംഗ്ഷൻ നമുക്ക് നെയിം മാത്രം ഇവിടെ പാസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ആ നെയിം മാത്രം പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കാൻ നോക്കാം. ചേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ 3 ലെറ്റർ ആണ് എൻ്റർ ചെയ്ത്, ചേഞ്ച് ഇവിടെ വന്നിട്ടില്ല. പക്ഷെ നമുക്ക് കൺസോൾ ട്രിഗർ
ട്രിഗർ ചെയ്തിട്ട് സിന്തറ്റിക് ബേസ് ഇവന്റ് അതിന്റെ റിയാക്ട് ഓൺ ചേഞ്ച് എന്ന് പറഞ്ഞ ഇവന്റ് ആണ് ട്രിഗർ ചെയ്തതെന്ന് എനിക്കൊരു ഒബ്ജക്റ്റ് ആണ്. അതിൽ ഒരുപാട് വാല്യൂസ് ഉണ്ട്. അതിൽ ടാർഗറ്റ് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആക്സസ് ചെയ്യേണ്ട ടാർഗറ്റ് ആണ്. അതായത് ഈ ഇവന്റ് വന്നിട്ടുള്ളത് ഏത് ടാർഗറ്റ് എന്നാണെന്ന് കണ്ടുപിടിക്കണം, ഏത് എലമെന്റ് എന്നാണെന്നുള്ളത്. അപ്പൊ ഇവിടെ ഈ ഡോട്ട് ടാർഗറ്റ് നമുക്ക് കിട്ടും. ആ ടാർഗറ്റ് കൺസോൾ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക എന്നുള്ളത് നോക്കാം. ടാർഗറ്റ് കൺസോൾ ചെയ്യുമ്പോൾ ആ ഒരു എലമെന്റ് ആണ് നമുക്ക് കിട്ടുക. എന്റെ ഫുൾ നെയിം എന്ന് പറഞ്ഞ ഒരു ഫീൽഡ്. ആ ഫീൽഡിൽ എന്തൊക്കെയുണ്ട്? ഇൻപുട്ട്, ടൈപ്പ് നെയിം, പ്ലേസ് ഹോൾഡർ, ടൈപ്പ്, ID, ക്ലാസ്, വാല്യൂ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വാല്യൂ എന്ന് പറയുന്നതും നമുക്കൊരു ഡോം നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞാണ് ഒരു എലമെന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ എലമെന്റിലുള്ള ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട് നമുക്ക് കിട്ടണം, ജസ്റ്റ് ഡോട്ട് ഇട്ട് നമുക്ക് വിളിച്ചാൽ മതി. അപ്പൊ എലമെന്റ് ഡോട്ട് വാല്യൂ എന്നുള്ള അത് കൺസോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നെയിം ആണ് കിട്ടും. അൻഷാദ് VA നടിച്ചപ്പോ ഫസ്റ്റ് അൻഷാദ് V എന്ന് പറഞ്ഞു, പിന്നെ A എന്ന് പറഞ്ഞു. അപ്പൊ അത് അപ്ഡേറ്റ് ആവാത്തത് കൊണ്ടാണ്. അപ്പൊ ഈ വാല്യൂ ആണ് നമുക്ക് സ്റ്റേറ്റിലേക്ക് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ സെറ്റ് നെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പൊ ആ ഒരു ഫംഗ്ഷനിലേക്ക് നമുക്ക് ഈ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ പാസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇനി എന്താ സംഭവിക്കാൻ നോക്കാം. ബേസ് ടു VA ടു ഓരോന്ന് നമുക്ക് വരുന്നുണ്ട്. ഞാൻ ടൈപ്പ് ചെയ്ത് കറക്റ്റ് ഇവിടെ റിഫ്ലക്ട് ആയിട്ടുണ്ട്. കൺസോളിലൊക്കെ നമ്മൾ റിമൂവ് ചെയ്താണ്. ഇപ്പൊ കൺസോളൊക്കെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ കറക്റ്റ് ആ ഒരു ഫോമിന്റെ ടൈപ്പ് എൻ്റർ ചെയ്യുന്നത് അവിടെ വർക്ക് ആവുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ എലമെന്റിനും നമുക്ക് ഇങ്ങനെ വാല്യൂ കൊടുക്കണം, ഹാൻഡിൽ ചേഞ്ച് കൊടുക്കണം.